പാലക്കാട് കാവശ്ശേരിയിൽ കൊലവിളി മുദ്രാവാക്യവുമായി CPM എന്ന വാർത്തയിലേക്കാണ് വീണ്ടും വിവരങ്ങൾ നൽകാൻ അരുണുണ്ട്. അരുൺ, അവിടെ എന്താണ് സംഭവിച്ചത്? ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് ഈ UDFന്റെ പഞ്ചായത്ത് അംഗങ്ങൾ അരുൺ പറഞ്ഞോളൂ. UDFന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ CPMന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി ഉണ്ടായത്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യമാണ് CPM നടത്തിയത്. ഈ കാവശ്ശേരി പഞ്ചായത്തിൽ UDFന് 8 അംഗങ്ങളും അതുപോലെ തന്നെ LDFന് 8 അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. പ്രസിഡന്റ് CPMന്റേതാണ്, വൈസ് പ്രസിഡന്റാണ് UDFന്റേത്. ഇതിൽ ഈ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമായിരുന്നു അത് പരാജയപ്പെട്ടത്. ഇതോടുകൂടെയാണ് ഇത്തരത്തിൽ ഈ UDFന്റെ മെമ്പർമാർക്കെതിരെയും മറ്റ് പ്രവർത്തകർക്കെതിരെയും CPM കൊലവിളി മുദ്രാവാക്യവുമായി രംഗത്ത് വന്നത്. ഏതായാലും കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് CPMന്റെ സംസ്കാരം തന്നെയാണ്, ഈ അക്രമ രാഷ്ട്രീയം അത് തന്നെയാണ് ഈ കൊലവിളി മുദ്രാവാക്യത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്.